ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നുമായി പോയ ഗ്ലോബൽ സമുദ് ഫ്ലോട്ടിലയിലെ അവസാന കപ്പലും ഇസ്രയേൽ നാവികസേന പിടിച്ചെടുത്തു. ഇതോടെ ദൌത്യത്തിൽ ഉൾപ്പെട്ട 42 കപ്പലുകളും ഇസ്രയേലിന്റെ കസ്റ്റഡിയിലായതായി ഫ്ലോട്ടില സംഘാടകർ അറിയിച്ചു. അഷ്ദോദ് തുറമുഖത്തേക്ക് തിരിച്ചുവിട്ട യാനങ്ങളിലെ 4 ഇറ്റലിക്കാരെ നാടുകടത്തിയെന്നും മറ്റുള്ളവരെ നാടുകടത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇസ്രയേൽ അറിയിച്ചു. അതേസമയം പുതിയ ഫ്ലോട്ടില ഗാസയിലേക്ക് യാത്ര തിരിച്ചെന്ന് GSF അറിയിച്ചു. സമുദ് ഫ്ലോട്ടില തടഞ്ഞതിനെതിരെ ബാഴ്സലോണയിലും ഇറ്റലിയിലും പ്രതിഷേധ റാലികൾ നടന്നു. ഗാസ തുറമുഖത്ത് നിന്ന് 42.5 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് നാവിക ഉപരോധം മറികടന്ന് മുന്നേറിയ ഗ്ലോബൽ ഫ്ലോട്ടിലയുടെ അവസാന ബോട്ടായ മാരിനെറ്റ് ഇസ്രയേൽ നാവികസേന പിടിച്ചെടുത്തത്. ഇതോടെ GSFന്റെ 42 ബോട്ടുകളും ഇസ്രയേലിന്റെ കസ്റ്റഡിയിലായി. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗ് അടക്കം 450-ലധികം സന്നദ്ധ പ്രവർത്തകർ ഇസ്രയേലിന്റെ കസ്റ്റഡിയിലാണ്. അതേസമയം മാധ്യമപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന സംഘത്തെയും വഹിച്ചുകൊണ്ട് പുതിയ ഒരു ഫ്ലോട്ടില ഗാസയിലേക്ക് തിരിച്ചതായി ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില സംഘാടകർ അറിയിച്ചു. ഈ കപ്പൽ വ്യൂഹത്തിൽ മാധ്യമപ്രവർത്തകരും ഡോക്ടർമാരും സാമൂഹിക പ്രവർത്തകരും അടങ്ങുന്ന അൽ ദമീർ എന്ന കപ്പലുണ്ടെന്നും GSF പറയുന്നു. പിടിച്ചെടുത്ത ബോട്ടുകളും സന്നദ്ധ പ്രവർത്തകരും നിലവിൽ ഇസ്രയേൽ തുറമുഖമായ അഷ്ദോദിലാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇസ്രയേൽ അറിയിച്ചു. തന്റെ ബോട്ട് പിടിയിലാകുന്നതിന് മുൻപ് 22-കാരിയായ ഗ്രെറ്റ തുൻബർഗ് റെക്കോർഡ് ചെയ്ത സന്ദേശം സംഘാടകർ പുറത്തുവിട്ടു. നിങ്ങൾ ഈ സന്ദേശം കാണുന്ന സമയം എന്റെ അനുവാദമില്ലാതെ ഇസ്രയേലി സേന എന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. പ്രീ റെക്കോർഡഡ് വീഡിയോയിൽ ഗ്രെറ്റ പറയുന്നു. My name is Greta Thunberg. I'm a citizen of Sweden. If you are watching this video, I have been abducted and taken against my will by Israeli forces. ഇതേസമയം ഇസ്രയേൽ നടപടിയിൽ പ്രതിഷേധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം തുടരുകയാണ്. സന്നദ്ധ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി ഇറ്റലിയിലെ ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപക പണിമുടക്ക് തുടരുന്നു. കറാച്ചിയിലും ബ്യൂണസ് ഐറിസിലും മെക്സിക്കോ സിറ്റിയിലും പലസ്തീൻ അനുകൂല റാലികൾ അരങ്ങേറി. ജനീവയിൽ പ്രതിഷേധങ്ങൾക്കിടെ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. 2 പതിറ്റാണ്ടിനടുത്ത കാലമായി തുടരുന്ന ഇസ്രയേലിന്റെ നാവിക ഉപരോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം അവസാനമാണ് ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നുമടക്കം അവശ്യ വസ്തുക്കളുമായി ഗ്ലോബൽ ഫ്ലോട്ടില യാത്ര ആരംഭിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.